ഒരു സിമ്പിൾ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ 2 വലിയ പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് കടായിലിട്ടിട്ടുണ്ട്. ഇതിലോട്ട് 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പാൻ അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി 1 മിനിറ്റ് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് കഴിയുമ്പോൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കാം. 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലയും കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, അതും കൂടി ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് ഈ പാവയ്ക്ക മെഴുക്ക് വരട്ടിക്ക്. ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്തും ഫ്രൈ ചെയ്തെടുക്കാം. പാവയ്ക്ക നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടും നമുക്ക് ഇത് ചെയ്തെടുക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.